എന്നെ സമർപ്പിക്കാൻ തന്നെയാ ഞാൻ പോയത്. അതിനുള്ള മാർഗവും എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അമ്മയെന്നുള്ള നിന്റെ വിളി അത് ഈ അമ്മയെ കൊണ്ട് മാറ്റി ചിന്തിപ്പിച്ചു. അപ്പൊ ഞാൻ ആ നേരത്ത് വന്നില്ലായിരുന്നെങ്കിൽ അമ്മയെ ലോകത്തുണ്ടായിരുന്നിരിക്കില്ല അല്ലേ? കാലും മനസ്സും ചിന്തകളും ഒക്കെ തേഞ്ഞു പോയൊരമ്മയാ ഞാൻ. അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല മോളെ. സങ്കടങ്ങളൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് ഞാൻ നടന്നത് അത്രയും നിന്നിലേക്ക് എത്താനായിരുന്നു. ആ നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ചത്തുകളയല്ലേ ഞാൻ. ഇനി ഒരിക്കലും ഇങ്ങനെ പറയരുത്. ഇനി ഒരിക്കലും എന്നെ വിട്ടു പോവരുത്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അമ്മയെ സ്നേഹിക്കണം, അമ്മയുടെ കൂടെ ജീവിക്കണം. മരണത്തിന് പോലും ഞാൻ എന്റെ അമ്മയെ വിട്ടു കൊടുക്കില്ല. ഇത്രയും നാള് ഈ കുടുംബത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ തർക്കം രാധികയുടെ ജന്മത്തെക്കുറിച്ചായിരുന്നല്ലോ. ആ തർക്കം ഉന്നയിച്ച ആളുകൾക്ക് ഇപ്പൊ സത്യം ബോധ്യമായി കാണും. രാധിക ശ്യാമയുടെ മകളാണെന്നുള്ളത് നമ്മുടെ കുടുംബത്തിന് കിട്ടാവുന്ന നേട്ടങ്ങളിലൊന്നാണ്. ശ്യാമയുടെ സമ്പത്തിനെക്കുറിച്ചോ ശ്യാമ മകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ല ഞാൻ ഈ പറയുന്നത്. ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തിയാ ശ്യാമ. ശ്യാമയുടെ പാരമ്പര്യം രാധികയിലുണ്ടെന്നുള്ളത് കൃത്യമായി നമ്മൾ അറിഞ്ഞിട്ടുള്ളതുമാണ്. ഒരുപക്ഷെ ശ്യാമയെ പോലെ അല്ലെങ്കിൽ ശ്യാമയേക്കാൾ മുകളിൽ രാധിക എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അനാഥയാണെന്നുള്ള വിഷമം പറഞ്ഞ് എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട് കുട്ടി. കരയിപ്പിക്കുന്നതില് ചിലർക്കൊക്കെ നല്ല മിടുക്കും ഉണ്ടായിരുന്നു. അതൊന്നും ഇനി പറയണ്ടമ്മേ. ഇനിയെങ്കിലും രാധികയുടെ നേരെയുള്ള ആക്രമണം ഇത്തരക്കാരങ്ങ് നിർത്തുമല്ലോ. അല്ല, നിർത്തണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇനി രാധിക എതിർക്കാനായിട്ട് ആരെങ്കിലും നാവ് ഉയർത്തിയ ആ നാവ് എന്ത് ചെയ്യണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ച പോരെ. അങ്ങനെ കയറി വന്ന മരുമോളെ കൊണ്ട് കണിമംഗലം അറിയപ്പെടാൻ പോവുക. അല്ല ഏട്ടാ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആ, ഞാൻ കരുതിയതേ ഉള്ളൂ എന്താ രണ്ടുപേരും ഒതുങ്ങി നിൽക്കുന്നതെന്ന്. ചോദിക്കുർവശി. അല്ല, രാധിക ശ്യാമ മേഡത്തിന്റെ മകളാണെന്നുള്ളതിന് വ്യക്തമായ തെളിവൊന്നുമില്ലല്ലോ. പിന്നെ ഒഴുക്കി വിട്ടൊരു കുട്ടവഞ്ചിയുടെ കാര്യം, അത് വേറൊരാളായി കൂടെ. ഇതിപ്പോ എന്താ നടന്നെന്നറിയോ? രണ്ടുപേരും കൂടി സാമ്യമുള്ളത് കൊണ്ട് എല്ലാരും കൂടി അതങ്ങ് ഉറപ്പിച്ചു. കാര്യത്തോടടുക്കുമ്പോ അറിയാം ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം. പരമേശ്വര, ഇതിന്റെ മറുപടി നീ പറയുന്നോ അതോ പിള്ളേരുടെ സംശയം ഞാൻ പരിഹരിക്കണോ? വേണ്ടമ്മേ, സംശയങ്ങൾ പറഞ്ഞ ഇവരോട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചോദിക്കാം. അപ്പൊ എങ്ങനെയാ ഉർവശി ഒരു തെളിവെടുപ്പ് ഉദ്ദേശിക്കുന്നത്? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ രൂപത്തിലും ശബ്ദത്തിലുമുള്ള സാമ്യം മാത്രം മതിയായിരുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ. പക്ഷേ നിങ്ങൾ വളരെ വ്യത്യസ്തതയുള്ള ആളുകളല്ലേ, നിങ്ങളങ്ങനെയൊന്നും വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ടാ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഈ ചോദ്യവും പറച്ചിലൊന്നും അല്ല വേണ്ടത്.
ഇതുപോലുള്ള നാണം കെട്ട സംസാരത്തിന് കൈ ഉയർത്തി ഒന്ന് കൊടുക്കുക വേണ്ടത്. മോള് ശ്യാമയുടെ അടുത്ത് തന്നെയാണല്ലേ? അവിടെ നിൽക്കട്ടെ. അമ്മയ്ക്കും മോൾക്കും എത്രയോ കാര്യങ്ങൾ പരസ്പരം പറയാൻ കാണുമല്ലോ. ശ്യാമയുടെ കഥ കേട്ടപ്പോ കണ്ണു നിറഞ്ഞു. അതെ ദേവേട്ട, നമ്മൾ അവളുടെ അച്ഛനും ഉമ്മയായി അവളുടെ കുസൃതികളും കണ്ട് സന്തോഷിച്ച് നടക്കുമ്പോ അതിനൊന്നിനും ഭാഗ്യമില്ലാതെ പോയൊരമ്മ. ശരിക്കും സങ്കടമായി. രാധിക മോളുടെ കാര്യത്തില് ഇനി നമുക്കൊരു പേടി വേണ്ട. അവൾക്ക് എന്ത് സംഭവിച്ചാലും അവളെ സംരക്ഷിക്കാൻ ശ്യാമ ഉണ്ടാവും. ശ്യാമ അവളെയും കൊണ്ട് ദൂരെ എവിടേക്കെങ്കിലും പോവോ? വിദേശത്തേക്കോ മറ്റോ? ഇല്ല യശോദ, ശ്യാമയിലെ അമ്മയെ വിശ്വസിക്കാം. പറഞ്ഞല്ലോ നമ്മളോട്, നമ്മുടെ നെഞ്ചിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോവില്ല. പകരം കൂടെ ഒരാളായിട്ട് നിർത്തിയാ മതിയെന്ന്. ഒരാൾക്ക് പറയാവുന്നതിൽ ഏറ്റവും നല്ല വാക്കാണ്. പിന്നെ അങ്ങനെ ഒരു തീരുമാനം ഇനി ശ്യാമ പറഞ്ഞാൽ തന്നെ നമ്മുടെ മോളത് സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെ വിട്ടവള് പോവോ? മോള് പോകില്ല, എനിക്ക് ഉറപ്പാ. ഇതിനിടയിൽ പ്രിയങ്കയുടെ കാര്യം ഓർക്കുമ്പോഴാ ഏറ്റവും വലിയ സങ്കടം. ഈ കുടുംബത്തിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളോടൊപ്പം കഴിയേണ്ടവളല്ലേ. പക്ഷെ ഇപ്പൊ അവള് കിടക്കുന്നത് ജയിലിലാണ്. ഇതൊക്കെ അമ്മയുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ലേ?